നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം വന്നപ്പോൾ സർക്കാരിനൊപ്പമോ ജനങ്ങൾക്കൊപ്പമോ നിൽക്കാത്ത കോൺഗ്രസ്, നാടിനായി ലോകം മുഴുവൻ ഒരുമിക്കുമ്പോൾ അതിനൊപ്പം ചേരാതെ മുഖം തിരിച്ച കോൺഗ്രസ്, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാനെന്ന പേരിൽ പല രാജ്യത്തും പോയി പിരിച്ച പണം മുക്കിയ അതേ കോൺഗ്രസ്, ഇപ്പോഴിതാ പുനരധിവാസം പൂർത്തിയാകുമ്പോൾ ടൗൺഷിപ്പിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിനൊപ്പമോ കേരളത്തിനൊപ്പമോ ഒരു ഘട്ടത്തിലും ഒരുമിച്ച് നിൽക്കാത്ത കോൺഗ്രസ് ടൗൺഷിപ്പിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ നാണം കെട്ടി രംഗത്തെത്തുന്നത് പെട്ടെന്നുണ്ടായൊരു ഉൾവിളിയുടെ പുറത്തൊന്നുമല്ല, മറിച്ച് അതിനു പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്നും വാങ്ങിയ ഭൂമി എവിടെയെന്നുമുള്ള ജനങ്ങളുടെ ചോദ്യത്തിൽ നിന്നുമുള്ള തടിതപ്പലാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൗൺഷിപ്പിൽ ഉയരുന്ന 400 വീടിൽ 300 കോൺഗ്രസിൻ്റെതാണെന്ന വിചിത്രവാദം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ടൗൺഷിപ്പിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന സ്ഥലം എം.എൽ.എ. ടി. സിദ്ദിഖും പണി തീരാറായ വീടുകളിൽ സന്ദർശിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി രംഗത്തെത്തിയതുമെല്ലാം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ്. ലീഗിന്റെ 100 വീട്, കർണാടക സർക്കാരിന്റെ 100 വീട്, കോൺഗ്രസിന്റെ 100 വീട്, അങ്ങനെ 300 വീടായി എന്നായിരുന്നു സതീശന്റെ പ്രഖ്യാപനം. വയനാട്ടിൽ സർക്കാർ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ അതിലില്ല, സ്വന്തമായി വീടുകൾ നിർമ്മിക്കും എന്ന് വെല്ലുവിളിച്ച് കോൺഗ്രസ് 100 വീടിനായി സ്വന്തമായി ആപ്പുണ്ടാക്കി ഫണ്ട് സമാഹരിച്ചു. യൂത്ത് കോൺഗ്രസ് 30 വീടിന് വേണ്ടിയും പിരിച്ചു. പക്ഷേ ഈ പണമൊന്നും വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. 300 വീട് പോയിട്ട് ഒരു വീട് പോലും കോൺഗ്രസിന് വെച്ചു നൽകാൻ കഴിഞ്ഞിട്ടുമില്ല. വയനാടിന്റെ സ്വന്തം എം.പിയായ പ്രിയങ്ക വധേരയാകട്ടെ വീട് വെച്ച് കൊടുത്തില്ലെങ്കിലും ഇടതു സർക്കാർ നൽകുന്ന വീട്ടിൽ തൂക്കാനുള്ള കലണ്ടർ നൽകി. വയനാടിന്റെ മുൻ എം.പി രാഹുൽ ഗാന്ധിക്കാകട്ടെ ഈ വിഷയങ്ങളിലെല്ലാം മൗനവ്രതമാണ് താനും. ദുരന്തത്തിൽ നിന്ന് മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ വീണ്ടെടുക്കാൻ LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ നാടാകെ രംഗത്തിറങ്ങിയപ്പോൾ സർക്കാർ ജീവനക്കാർ സമ്മതപത്രം നൽകരുത്, ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇടങ്കോലിടുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം. കേരളത്തിന്റെ ഇടതുമന്ത്രിമാരും MP-മാരും MLA-മാരും വലിയ തുക സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയപ്പോൾ വയനാട്ടിലെ കോൺഗ്രസിന്റെ ടി സിദ്ദിഖോ IC ബാലകൃഷ്ണനോ ഒരു രൂപ പോലും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടില്ല എന്നതും നമ്മൾ ഓർക്കേണ്ടതായിരുന്നു. ദുരന്തവേളകളിൽ സർക്കാർ പരസ്പരം സഹായിക്കാറുണ്ട്. പല സംസ്ഥാനങ്ങളും കേരളത്തെ സഹായിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കർണാടക സർക്കാർ 50 വീടുകൾക്കായി നൽകിയ 10 കോടി രൂപ കോൺഗ്രസിൻ്റെയല്ല, ഇടതു സർക്കാർ തന്നെ ഭൂമി വില കൊടുത്ത് വാങ്ങിയാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. ഒക്ടോബർ 2-ന് ഭൂമി ഏറ്റെടുത്ത് സർക്കാർ ഉത്തരവിറങ്ങിയിരുന്നു. അടുത്ത മാസത്തോടെ വീടുകൾ കൈമാറും. അത് ഈ സർക്കാർ ദുരന്തബാധിതർക്ക് നൽകിയ ഉറപ്പാണ്. ഉറ്റവരും നാടും വീടുമെല്ലാം പോയവരുടെ കണ്ണീർ വിറ്റാണ് കോൺഗ്രസ് പല രാജ്യങ്ങളിൽ നിന്നും പണം പിരിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് തടസ്സമുണ്ടാക്കിയാണ് അവരുടെ പിരിവുണ്ടായത്. പിരിച്ച പണം എവിടെയെന്ന് പോലും കോൺഗ്രസ് പറയുന്നില്ല. കോൺഗ്രസ് തറക്കല്ലിടുമെന്ന് പറയുന്ന ഭവന പദ്ധതിയിലൂടെ ആർക്കാണ് വീട് നൽകുക എന്നോ ദുരന്തബാധിതരുടെ പേരിൽ എത്ര പണം പിരിച്ചെന്ന് പറയാനോ കോൺഗ്രസിന് മറുപടിയില്ല. ദുരന്തബാധിതർക്കായി വീട് നിർമ്മിക്കാനെന്ന പേരിൽ ജനങ്ങളിൽ നിന്ന് കോൺഗ്രസ് പിരിച്ച തുകയുടെ കണക്ക് കൃത്യമായി ജനങ്ങൾക്ക് അറിയാനുള്ള അർഹതയുണ്ട്. അതിജീവിതരുടെ സ്വപ്നങ്ങൾക്ക് നിറമേകി ഉരുളെടുത്ത ചൂരൽമല, മുണ്ടക്കൈ ഗ്രാമങ്ങൾ കൽപ്പറ്റ നഗരത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുനർജനിക്കാൻ ഇനി ദിവസങ്ങളുടെ ദൂരം മാത്രമാണ് ബാക്കിയുള്ളത്. ഫെബ്രുവരി അവസാനത്തോടെ മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാകും. ഇടത് സർക്കാർ പൂർത്തിയാക്കുന്ന ടൗൺഷിപ്പിൽ 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിലാണ് വീട്. റോഡ്, വൈദ്യുതി, കുടിവെള്ളം തുടങ്ങിയവയ്ക്കായി ആധുനിക സംവിധാനം കൂടാതെ ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ, മൾട്ടിപർപ്പസ് ഹാൾ, കളിസ്ഥലം, ലൈബ്രറി, സ്പോർട്സ് ക്ലബ്, ഓപ്പൺ എയർ തിയേറ്റർ എന്നിങ്ങനെ ടൗൺഷിപ്പിലുണ്ട്. ഓരോ സാധാരണക്കാരൻ്റെയും കണ്ണുനീര് വിറ്റ് പണമുണ്ടാക്കി ജനങ്ങളെ പറ്റിക്കുന്ന കോൺഗ്രസ് ഞെളിഞ്ഞു നിന്ന് വിടുവായിത്വം പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. അവരുടെ ഈ ഇരട്ടത്താപ്പ് കേരളം മനസ്സിലാക്കി കഴിഞ്ഞു. എത്ര നാൾ കൂടി ഇനി അവർ ഓരോ മലയാളികളെയും ഇങ്ങനെ വഞ്ചിക്കും? സതീശന്റെ ഈ വഞ്ചനയ്ക്ക് ഇനി അധിക ആയുസുണ്ടാകില്ല. അപ്പോഴും ഒന്ന് പറയട്ടെ, ഇടതുപക്ഷമുള്ളിടത്തോളം കേരളം ഒരിക്കലും നിശ്ചലമാകില്ല. കേരളത്തിന് കൈത്താങ്ങായും ഓരോ സാധാരണക്കാരനെയും കൈപിടിച്ചുയർത്താനും ഇടതു സർക്കാർ മലയാളികൾക്കൊപ്പമുണ്ടാകും.